നിക്കാഹ്, കല്യാണം, സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു. മന്തി വേൾഡ്, ദ അറബിക് കുസീൻ, വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം, നിലമ്പൂർ റോഡ്, കരുളായി, പള്ളിപ്പടി. ജില്ലാ പഞ്ചായത്ത് ചുങ്കത്ര ഡിവിഷൻ നിലനിർത്താൻ UDF, അട്ടിമറിക്കാൻ LDF. ചുങ്കത്ര ഡിവിഷനിൽ ഇത്തവണ പോരാട്ടം ശക്തമാവും. LDF സ്ഥാനാർത്ഥിയായി നിലവിലെ വഴിക്കടവ് ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് ഷൊറാണ റോയും UDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോസ്മി P. ജോസഫുമാണ് പോരിനിറങ്ങിയത്. നിലവിൽ UDF പക്ഷത്തുള്ള ഡിവിഷനാണെങ്കിലും അട്ടിമറിക്കാനാണ് ഷൊറാണ റോയെ LDF കളത്തിലിറക്കിയിരിക്കുന്നത്. അനായാസം നിലനിർത്താമെന്ന് UDFും കണക്കുകൂട്ടുന്നു. നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് മണ്ഡലങ്ങളിലെ വഴിക്കടവ്, എടക്കര, ചുങ്കത്ര, ചാലിയാർ, മമ്പാട്, ഊർങ്ങാട്ടിരി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് ചുങ്കത്ര ജില്ലാ ഡിവിഷൻ. എടക്കര, പള്ളിക്കുത്ത്, ചുങ്കത്ര, പൂക്കോട്ടുമണ്ണ, എരഞ്ഞിമങ്ങാട്, ഇടിവണ്ണ, വടവറം, വെറ്റിലപ്പാറ എന്നീ ബ്ലോക്ക് ഡിവിഷനുകളാണ് ജില്ലാ ഡിവിഷന് കീഴിലുള്ളത്. KPCC അംഗം NA കരീമാണ് നിലവിൽ ചുങ്കത്ര ഡിവിഷൻ പ്രതിനിധി. NA കരീം ഡിവിഷനിൽ കൊണ്ടുവന്ന വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് UDF വോട്ട് തേടുന്നത്. ഷൊറാണ റോയി വഴിക്കടവ് ഡിവിഷനിൽ കൊണ്ടുവന്ന വികസനങ്ങളാണ് LDF ഉയർത്തിക്കാട്ടുന്നത്. നിലമ്പൂർ വനത്തോട് അതിരിടുന്ന ഡിവിഷനിൽ പ്രധാനമായി ഉയരുന്ന പ്രശ്നം വന്യമൃഗശല്യമാണ്. വന്യമൃഗശല്യം പരിഹരിക്കാൻ വനം വകുപ്പിന് പുറമെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തണമെന്ന് വോട്ടർമാർ ആവശ്യപ്പെടുന്നുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ചാലിയാർ പഞ്ചായത്ത് ഉൾപ്പെട്ട ചുങ്കത്ര ഡിവിഷനിൽ നിരവധി ആദിവാസി നഗറുകളുണ്ട്. പട്ടികജാതി, പട്ടികവർഗ നഗറുകളുടെ വികസനവും ഇവിടെ ചർച്ചയാണ്. മലബാറിലെ പ്രധാന പ്രകൃതി ടൂറിസം കേന്ദ്രങ്ങളായ ആഠ്യൻപാറ ജല ടൂറിസം, കോഴിപ്പാറ വെള്ളച്ചാട്ടം തുടങ്ങിയവ ഈ ഡിവിഷനിലാണ്. ടൂറിസം രംഗത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. മലയോര കർഷക മേഖലയിൽ കാർഷിക പദ്ധതികൾക്കും ആവശ്യങ്ങളേറെയാണ്. UDF തുടർച്ചയായി വിജയിക്കുന്ന ഡിവിഷനിൽ ഇത്തവണ LDFും പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ചുങ്കത്ര ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. നമ്മൾ ചുങ്കത്ര ഡിവിഷനിലുള്ള ചാലിയാർ പഞ്ചായത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ആവേശം നമുക്കുണ്ട്. നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ട്. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നല്ലൊരു പ്രതികരണം തന്നെയാണ്. ഞാൻ നിലവിൽ വഴിക്കടവ് ഡിവിഷൻ മെമ്പർ ആയതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു സ്വീകാര്യത ഈ ഡിവിഷനിൽ മൊത്തം നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് ആവേശം തോന്നുന്നുണ്ട്. നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണം എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. വിജയിക്കും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ട്. കഴിഞ്ഞ തവണ വഴിക്കടവ് ഡിവിഷനിൽ അട്ടിമറി വിജയം നേടിയ ഷൊറാണയിലൂടെ ചുങ്കത്രയിലും അട്ടിമറി നടത്താനാവുമെന്നാണ് LDF പ്രതീക്ഷ. എന്നാൽ കോട്ട ഇളകില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. പ്രചരണം നന്നായി പോകുന്നു. നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് വരുന്നത്. നമ്മൾ ചുങ്കത്ര ഡിവിഷനിൽ നന്നായി വിജയിക്കുന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഭരണവിരുദ്ധ വികാരം വളരെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. ഇതിപ്പോ ഈ ഡിവിഷന്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ കർഷക മേഖലയാണ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ചയും കാര്യങ്ങളും, അതേപോലെ തന്നെ ടൂറിസം മേഖല, വന്യമൃഗ ശല്യം, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ മേഖലയിൽ ഏറെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. KSU മുൻ ഭാരവാഹിയും കേരള ഹൈക്കോടതി അഭിഭാഷകയുമാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ്മി P. ജോസഫ്. CPM എടക്കര ഏരിയ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ മഹിളാ ജനാധിപത്യ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം എടക്കര ഏരിയ ഭാരവാഹിയുമാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷൊറാണ റോയ്. NDA സ്ഥാനാർത്ഥിയായി BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് J. ഗീതാകുമാരിയും മത്സര രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.